തിരുവനന്തപുരത്ത് 17-കാരന് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗം കണ്ടെത്തിയതിന് പിന്നാലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി. വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു രോഗബാധ ഈ ഇടയ്ക്ക് അങ്ങ് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഈ രോഗം പടർന്നത് എവിടെയെന്ന് വിശദമാകുന്നുണ്ടോ അല്ലെങ്കിൽ വ്യക്തമാകുന്നുണ്ടോ? ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ? ഗോകുൽ, ഇന്നലെയാണ് 17-കാരന് തിരുവനന്തപുരം ജില്ലയിൽ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഈ മസ്തിഷ്ക ജ്വരം ബാധിക്കാൻ ഇടയായ സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ജലാശയങ്ങൾ, മറ്റ് കിണറടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ആണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ ഈ 17-കാരൻ കുളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് വൈകിട്ടെത്തി ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിലെ ജലത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കാനിടയായ തരത്തിലുള്ള കാര്യങ്ങൾ ജലത്തിലുണ്ടോ എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കും. നിലവിൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം സംബന്ധിച്ചവരുടെ ഒരു എണ്ണത്തിൽ ഒരു ആരോഗ്യവകുപ്പ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 66 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു. അതിൽ 17 പേർ മരിച്ചു എന്നുള്ള കണക്കാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 2 പേർ മാത്രമാണ് മരിച്ചതെന്നുള്ള നേരത്തെ അടക്കമുള്ള കണക്ക് അല്ല. 17 പേർ മരിച്ചു എന്നപ്പോഴാണ് പുതിയ കണക്ക്. ഇന്നലെ മലപ്പുറം അരീക്കോട് സ്വദേശിയായ 10 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരത്തും 17-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്ന വാർത്ത ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ ഇയാൾ കുളിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടിയതായും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഗോകുൽ, ശരി, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും 17-കാരന് തിരുവനന്തപുരത്ത് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച പിന്നാലെയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ അടച്ചുപൂട്ടിയത്. അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.